റാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ദേശീയ ഗാനവും ഗീതവുമാണ്. ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ചെറിയൊരു ടോപ്പിക് അല്ല, എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഈ കഴിഞ്ഞ എക്സാംസിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇനി വരുന്ന എക്സാംസ് ആയി നമുക്ക് ASM വരുന്നുണ്ട്, 10th മെയിൻസ് വരുന്നുണ്ട്, സെക്രട്ടറി അസിസ്റ്റന്റ് ഫോഴ്സുകളുടെ എല്ലാ എക്സാമും വരുന്നുണ്ട്. അപ്പൊ ഏതാണ് ചോദിക്കാന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അതിന്റെ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും ആ ടോപ്പിക്കിൽ നിന്ന് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിന്ന് നോക്കുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സമിതി ഉണ്ടല്ലോ, അതിന്റെ ഒരു ഇതിൽ വരുന്നതാണിത്. അപ്പൊ നമുക്ക് ഇപ്പൊ 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അറിയാം, എല്ലാ സ്റ്റേജിലും ചോദിച്ചിട്ടുണ്ട് ദേശീയ ഗാനവും ഗീതവും ഒക്കെ. അപ്പം ഇനി വരുന്നതിൽ അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പായി ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും പെട്ടെന്ന് കിട്ടും. അതായത് എന്തെങ്കിലും സിലബസ് വന്നോ അല്ലെങ്കിൽ ലിസ്റ്റ് വന്നോ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോഴൊക്കെ പെട്ടെന്ന് നമ്മൾ അറിയിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ. പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ചലഞ്ചർ ആപ്പ് പ്ലേ സ്റ്റോറിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാൻ. അപ്പം അതിൽ എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ്. അത് ഞാൻ എങ്ങനെ എടുക്കുന്നതെന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം. നമുക്കപ്പോൾ ആദ്യം ദേശീയ ഗാനം നോക്കാം. ദേശീയ ഗാനം ദേശീയ നാഷണൽ ആന്തം എന്നാണ് പറയുന്നത്. അറിയാലോ, സിമ്പിൾ ടോപ്പിക് ആണ്. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇതൊക്കെ പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. പക്ഷെ എന്താണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ഒരുപാട് ചോദിക്കുന്നതുകൊണ്ട് നമ്മള് പഠിച്ചേ പറ്റുള്ളൂ. അറിയുന്നത് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ദേശീയ ഗാനം അല്ലെങ്കിൽ നാഷണൽ ആന്തം ആണ്. നാഷണൽ ആന്തം എന്താണ്? ജനഗണമനയാണ്, നമുക്കറിയാം. എഴുതിയത് ആരാണെന്നറിയാം, രവീന്ദ്രനാഥ ടാഗോർ ആണ്, നമുക്കറിയുന്നതാണ്. എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ചിലർക്ക് ഗാനവും ഗീതവും തമ്മില്, സോങ്ങും ആന്തവും തമ്മിൽ മാറിപ്പോവും. അത് മാറരുത്. ഗാനം എന്ന് പറഞ്ഞാല് നാഷണൽ ആന്തം എന്ന് പറഞ്ഞാല് എന്താണ്? ജനഗണ. നമ്മള് സ്കൂളിലൊക്കെ ആന്തം അറിയാലോ. അപ്പൊ അതെന്താണ്? ജനഗണമനയാണല്ലോ എപ്പോഴും നമ്മൾ പറയുന്നത്. അത് ദേശീയ ഗാനമാണ്. ഇപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് പോലെയുള്ളതാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷും കാണാം. അപ്പൊ ആന്തം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കിട്ടും. അല്ലാത്ത എക്സാംസ് ഉണ്ടല്ലോ, പ്രിലിംസ് 10th ഒക്കെ ആണെങ്കിൽ മലയാളത്തിലായിരിക്കും. അപ്പൊ അതിൽ ഗാനവും ഗീതവും വരുമ്പോ മാറിപ്പോവും. രണ്ടുപേരുടെ പേര് എഴുതിയതായിരുന്നു, രണ്ടുപേരുടെ പേരും ഉണ്ടാവും. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയും രവീന്ദ്രനാഥ് ടാഗോറിന്റെയും പേരുണ്ടാവും. എത്ര എളുപ്പമാണെന്ന് പറഞ്ഞാലും എളുപ്പമായതുകൊണ്ട് നമ്മൾ എന്ത് തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് ഓർത്തിരിക്കുക, ആന്തം എന്ന് പറഞ്ഞാൽ ഗാനമാണ് കേട്ടോ. അത് ജനഗണമനയാണ്, ആന്തം ഗാനം. ഒക്കെ എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഭാഷ ബംഗാളി ഭാഷയിലാണ്. അതിന്റെ ആദ്യകാല നാമം എന്നുള്ളത് ഭാരത് വിധാത എന്നാണ്. ജനഗണമന എഴുതിയ ആ സമയത്ത് അതിന്റെ ആദ്യത്തെ പേര് ഭാരത് വിധാത എന്നാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പൊ രവീന്ദ്രനാഥ ടാഗോർ ആണ് എഴുതിയത്. ഭാഷ ബംഗാളിയിലാണ്. ആദ്യകാല നാമം എന്തായിരുന്നു? ഭാരത് വിധാത. നാഷണൽ ആന്തം നമുക്കറിയാം, ജനഗണമന നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂർ. ആരാണ്? ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂർ ആണ് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയിട്ടുള്ളത്. ഏത് രാഗമാണ്? ശങ്കരാഭരണമാണ്. ഇതിലെ വരികള് 13 ആണ് കേട്ടോ. പിന്നെ അതിൽ ഖണ്ഡിക 5 എണ്ണം ഉണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ജയ ജയ ഹേ, ജയ എന്നുള്ള വാക്കുകൾ നമ്മൾ അവസാനം ഒരുപാട് വരുന്നുണ്ടല്ലോ, അത് എത്ര തവണ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 10 തവണയാണ്. എക്സാംസിന് ഇരിക്കുമ്പോൾ നമ്മൾ അത് പാടി എണ്ണി നോക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് അത് കൂടി പറഞ്ഞത്. അത് എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. സംഗീതം നൽകിയത് ആരാണ്? ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂർ ആണ്. രാഗം ശങ്കരാഭരണമാണ്. വരികൾ 13 ആണ്. അതിന്റെ ഖണ്ഡിക 5 എണ്ണം. ജയ എന്ന വാക്ക് എത്ര തവണ വരുന്നുണ്ട്? 10 തവണ വരുന്നുണ്ട്. നമ്മൾ പറയുന്നത് നാഷണൽ ആന്തത്തിനെ പറ്റി, ജനഗണമനയെ പറ്റിയാണ്. ഓക്കെ ആണ്. അടുത്ത്, ഇത് ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡ് ആണ്. 52 സെക്കൻഡ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ കുറഞ്ഞ സമയം, അതായത് ഇത് പെട്ടെന്ന് പാടി അതിന്റെ സംക്ഷിപ്ത രൂപമായിട്ട് പെട്ടെന്ന് പാടാൻ എടുക്കുന്ന ഷോർട്ടസ്റ്റ് ടൈം ആണ് 20 സെക്കൻഡ്. ഓക്കെ. മാറി മറിഞ്ഞൊക്കെ അവര് ക്വസ്റ്റ്യൻ ചോദിക്കും. 52 സെക്കൻഡ് ആണ് ആലപിക്കാൻ സാധാരണ എടുക്കുന്ന സമയം. അതിന്റെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളത് 20 സെക്കൻഡ് കൊണ്ട് പാടാൻ സാധിക്കും. ആദ്യമായി ആലപിച്ചത് സരള ദേവി ചൗധരാണി. ആരാണ്? സരള ദേവി ചൗധരാണിയാണ് ആദ്യമായി ആലപിച്ചത്. എപ്പോഴാണ് ആലപിച്ചതെന്ന്, ഏത് INC സമ്മേളനത്തിലാണ് ആലപിച്ചതെന്ന് ചോദിച്ചാൽ കൊൽക്കത്ത സമ്മേളനത്തിലാണ്. നമ്മുടെ രണ്ടും, അതായത് ആന്തവും വന്ദേമാതരവും ജനഗണമനയും രണ്ടും കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആലപിച്ചിട്ടുള്ളത്. ഇത് അതായത് ജനഗണമന ആന്തം
1911 കേട്ടോ. 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിച്ചത് ആരെങ്കിലും സരള ദേവി ചൗധരാണിയാണ്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ BN ദർ ആയിരുന്നു. അപ്പൊ ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡ് ആണ്. അതിന് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളത് എത്രയാണ്? 20 സെക്കൻഡ് ആണ്. ആദ്യമായി ആലപിച്ചത് സരള ദേവി ചൗധരാണിയാണ്. കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ഏതു വർഷം? 1911. അപ്പോ അതിന്റെ അധ്യക്ഷനാരായിരുന്നു BN ദർ. ഓക്കെയാണ്. പിന്നെ ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എഴുതിയത് ആരാണ്? ടാഗോർ ആണ്. അദ്ദേഹത്തിനെ സഹായിച്ചതാണ് മാർഗരറ്റ് കസിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം തന്നെയാണ് എഴുതിയത്. ഇംഗ്ലീഷ് പരിഭാഷ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്തതാണ് മാർഗരറ്റ് കസിൻസ് എന്ന് പറയുന്നത്. എഴുതിയത് ടാഗോർ തന്നെയാണ്. ഇംഗ്ലീഷ് പരിഭാഷ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനെ ഹിന്ദിയിലേക്കും ഉറുദുവിലേക്കും തർജ്ജമ ചെയ്തത് ആബിദ് അലിയാണ്. ആരാണ്? ആബിദ് അലിയാണ്. ആദ്യമായി അച്ചടിച്ച് വന്നത് തത്വബോധിനി പത്രികയിലാണ്. 1912 1911 എന്ത് ആദ്യമായി ആലപിച്ചത്. അപ്പൊ 1912 തത്വബോധിനി പത്രികയിലാണ് ഇത് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? പ്രസിദ്ധീകരിച്ച് വന്നത്. പിന്നെ ഇതിന്റെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജനുവരി 24 സ്ഥിരം ചോദിക്കുന്നതാണ്. ഏത് വെർഷനാണ്? ഹിന്ദി വെർഷനാണ് നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത്. ഇതിന്റെ ഹിന്ദി വെർഷനാണ്. ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഹിന്ദി വെർഷനാണ് 1950 ജനുവരി 24 അംഗീകരിച്ചത്. അപ്പം ഒരുപാട് അംഗീകാരങ്ങൾ ഇങ്ങനെ കൊടുത്തല്ലോ, പതാക, ചിഹ്നങ്ങള്. അപ്പം ഡേറ്റുകൾ മാറിപ്പോകരുത്. 1950 ജനുവരി 24 റിപ്പബ്ലിക്കിന് 2 ദിവസം മുന്നേ. അപ്പൊ ഇംഗ്ലീഷ് പരിഭാഷ ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. എഴുതിയത് ടാഗോർ ആണ്. സഹായിച്ചത് മാർഗരറ്റ് കസിൻസ് ആണ്. ഹിന്ദിയിലേക്കും ഉറുദുവിലേക്കും തർജ്ജമ ചെയ്തത് ആബിദ് അലിയാണ്. ആദ്യമായി അച്ചടിച്ച് വെച്ചത് 1912 തത്വബോധിനി പത്രികയിലാണ്. എന്നാണ് സഭ അംഗീകരിച്ചത്? 1950 ജനുവരി 24 ഏത് വെർഷനാണ്? ഹിന്ദി വെർഷനാണ് അംഗീകരിച്ചത്. ഇത്രയാണ് ദേശീയ ഗാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അടുത്ത ദേശീയ ഗീതം അഥവാ നാഷണൽ സോങ് എന്ന് പറയുന്നത് ഏതാണ്? വന്ദേ മാതരമാണ്. എത്ര പറഞ്ഞാലും നമുക്ക് മാറിപ്പോകുന്ന ഒരു ടോപ്പിക് ആണിത്. എഴുതിയത് ഏതാണ്? എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ഭാഷ എന്താണ്? ബംഗാളിയിലാണ് കേട്ടോ. ചിലപ്പോ നമ്മള് സെർച്ച് ചെയ്യുമ്പോൾ ട്രാൻസ്ക്രിപ്റ്റ് എന്നൊക്കെ കാണിക്കും. PSC സംസ്കൃതം കൊടുത്തിട്ടുമുണ്ട് അതിന്റെ ഉത്തരവായിട്ട്. PSCയുടെ ആൻസർ ഇപ്പൊ ബംഗാളിയാണ്. സോ അതുകൊണ്ട് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? PSCയുടെ ആൻസർ ആണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് ബംഗാളി. ഓക്കെ, ചിലപ്പോ നിങ്ങൾ എവിടെയെങ്കിലും ഗൂഗിളൊക്കെ ചെയ്തിട്ട് സംസ്കൃതം ആണെന്ന് പറയും. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഭാഷ ബംഗാളി. PSCയുടെ ആൻസർ ബംഗാളിയാണ്. എവിടെ നിന്നാണ് എടുത്തത്? ആനന്ദ മഠത്തിൽ നിന്നാണ് എടുത്തത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, കഴിഞ്ഞ എക്സാംസിനൊക്കെ ചോദിച്ചിരുന്നതാണ്. ഏതാണ്? അതൊരു നോവലാണ്. ആനന്ദമഠം എന്ന് പറയുന്നത് ഒരു നോവലാണ്. ബംഗാദർശൻ എന്ന മാസികയിലാണ് അത് അച്ചടിച്ചത്. ഓക്കെ, ബംഗാദർശൻ എന്ന മാസികയിലാണ് അച്ചടിച്ചു വന്നത്. എപ്പോഴാണ്? 1882 കേട്ടോ. ഇത് എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് ആനന്ദമഠം എന്ന നോവലിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സന്യാസി കലാപങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. സന്യാസി കലാപത്തിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ ഏത് നോവലാണ്? ആനന്ദമഠം എന്നുള്ള നോവലാണ്. അത് പ്രസിദ്ധീകരിച്ച മാസികയാണ് ബംഗാദർശൻ. 1882 ഓക്കെ. ഇത് എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ സന്യാസി കലാപത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യ. ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. രാഗം ഏതാണ്? ദേശ് രാഗം. അവിടെ അത് ശങ്കരാഭരണം പറഞ്ഞു. ഇത് ദേശ് രാഗമാണ്. ഓക്കെയാണ്. ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡ് ആണ്. എത്രയാണ്? 65 സെക്കൻഡ്. ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഏത് സമ്മേളനത്തിലാണെന്ന് ചോദിച്ചാൽ 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. രണ്ടും കൊൽക്കത്ത സമ്മേളനമാണ്. വർഷങ്ങള് വ്യത്യാസമുണ്ട്. ജനഗണമന 1911 ഇത് 1896. അപ്പൊ വന്ദേമാതരമാണ് ആദ്യം. ഓക്കെ, അപ്പൊ ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് റഹ്മത്തുള്ള സയാനിയാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്താണ് വന്ദേമാതരത്തെ പറ്റി ഓർത്തിരിക്കണം. പിന്നെ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ മദർ ഐ ബൗ ടു തീ. ഓക്കെ, എഴുതിയത് ആരാണ്? അരവിന്ദ ഘോഷാണ്. ഇംഗ്ലീഷ് പരിഭാഷയെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അത് എഴുതിയത് ആരാണ്? അരവിന്ദ ഘോഷാണ്. പിന്നെ വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഓക്കെ, സുബ്രഹ്മണ്യ ഭാരതിയാണ് തമിഴിലേക്ക്. ഇംഗ്ലീഷിലേക്ക് അരവിന്ദ ഘോഷാണ്. ഓക്കെ, 1997 പുറത്തിറങ്ങിയ വന്ദേമാതരം എന്ന ആൽബത്തിന് സംഗീതം നൽകിയത് ആരാണ്? AR റഹ്മാനാണ് കേട്ടോ. AR റഹ്മാനാണ്. അപ്പൊ നമുക്കൊന്നുകൂടെ പറയാം.
വന്ദേമാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളി ഭാഷയിലാണ്, ആനന്ദമഠത്തിൽ നിന്ന് എടുത്തിരിക്കുന്നു. 1882 സന്യാസി കലാപത്തെ പറ്റിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. സംഗീതം നൽകിയത് ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യ. രാഗം ദേശരാഗമാണ്. സമയം 65 സെക്കൻഡ് ആണ്. ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. കൊൽക്കത്ത സമ്മേളനം ഏതു വർഷം? 1896 അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? റഹ്മത്തുള്ള സയാനി ആയിരുന്നു. പിന്നെ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എഴുതിയത് അരവിന്ദ ഘോഷാണ്. തമിഴിലേക്ക് മാറ്റിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. പിന്നെ അതിന്റെ ആൽബം, വന്ദേഭാരതിന്റെ ആൽബം പുറത്തിറങ്ങിയത്, അതിന്റെ സംഗീതം നിർവഹിച്ചത് ആരാണ്? AR റഹ്മാനാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ അടുത്ത 10th മെയിൻസിനും ASM അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ടല്ലോ, അത് എല്ലാത്തിനും ചോദിക്കും. സെക്രട്ടറി അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള എക്സാംസിന് ചോദിക്കുന്നുണ്ട്. 10th സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എന്താണ്, നന്നായിട്ട് പഠിക്കും. നമ്മളിപ്പോ തുടങ്ങിയല്ലോ, ഭരണഘടനയിലെ നിയമനിർമ്മാണ സഭയിലെ ആദ്യത്തെ ഒരു ടോപ്പിക് ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ പേപ്പർ ASMന് വേണ്ടിയിട്ടായാലും 10th മെയിൻസിന് വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വരുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കും പറ്റുന്ന യൂട്യൂബിലൂടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കൊക്കെ നമ്മൾ ഇതുവഴി തന്നെ കവർ ചെയ്യും. ബാക്കിയൊക്കെ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പം ആപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡൗൺലോഡ് ചെയ്യേണ്ട എങ്ങനെയാണെന്നൊക്കെ, ഡൗൺലോഡ് ചെയ്ത് കയറുമ്പോൾ നിങ്ങൾക്ക് എന്താ, ഇപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് വേണ്ടെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കാർഡ് ഉണ്ടാവും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നുള്ളൂ. അപ്പൊ എല്ലാവരും പെട്ടെന്ന് പഠിച്ചു തുടങ്ങും. നമ്മുടെ ഇത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒക്കെ ഓഗസ്റ്റ് ഒക്ടോബറിലാണ് വരുന്നത്. സെക്രട്ടറി അസിസ്റ്റന്റ് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ് എക്സാം വരുന്നത്. സോ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് വേഗം പഠിച്ചു തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.